ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഐസ്ക്രീം പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം പുട്ട് കഴിക്കാനായിട്ട് നമ്മൾ പുറത്ത് പോവേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പം നമുക്കത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്. പിന്നെ കുറച്ച് ബദാമും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലെക്സും ചോക്ലേറ്റും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളത്, നമുക്ക് ഏതൊക്കെയാണ് ചേർക്കാൻ ഇഷ്ടം വെച്ചാൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് അത് നിങ്ങൾക്ക് ചേർത്തെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ഐസ്ക്രീം പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു 3 ഐസ്ക്രീമിൻ്റെ പാക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ നമ്മുടെ പുട്ടുകുറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് അച്ചിട്ട് കൊടുക്കാം. അച്ചിട്ട് കൊടുക്കാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഐസ്ക്രീം വെച്ചിട്ടല്ലേ റെഡിയാക്കുന്നത്. അപ്പോൾ അത് ഒലിച്ചിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഫസ്റ്റ് തന്നെ നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് എത്രത്തോളം ലെയറായിട്ട് വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഐസ്ക്രീമും നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ മിക്സും ഒക്കെ കൂടെ നമ്മളിങ്ങനെ ലെയറായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഐസ്ക്രീം ഇട്ട് കൊടുത്തു. പിന്നെ ഇനി നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ എടുത്തിട്ട് നല്ലതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിതുപോലെ നമ്മൾ പുട്ടുകുറ്റിയിൽ നിന്ന് മാറ്റിയെടുക്കുമ്പോൾ അതൊരു നല്ലൊരു ഷേപ്പായിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വേറെ ചോക്ലേറ്റിലുള്ള ഫ്ലേവർ ഐസ്ക്രീമും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ലെയറായിട്ടുള്ള ഐസ്ക്രീമും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ ലെയറിലും ഓരോ ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം ലെയർ വേണം അത്രത്തോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും മുകളിലും ഇതുപോലെ കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ ഇതുപോലെ നിറച്ചിട്ട് നമുക്ക് കോൺഫ്ലെക്സിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് അതുപോലെ കോൺഫ്ലെക്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. എൻ്റെ ഐസ്ക്രീം നല്ലതുപോലെ കുറച്ചൊക്കെ മെൽറ്റായി വന്നിരുന്നു. അപ്പോൾ ഞാനൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണിത് എടുക്കുന്നത്. ഇപ്പം ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടുകുറ്റിയത്തെ ഐസ്ക്രീം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പ്ലേറ്റിലിട്ട് കൊടുക്കുന്നത്.
പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നമ്മളെ കയ്യിൽ എന്തൊക്കെയുള്ളത് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഐസ്ക്രീം ഇവിടെ നല്ലതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ പുട്ട് കുത്തിയെടുക്കുന്നത് പോലെ തന്നെ നമുക്കിത് കുത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കുത്തിയെടുക്കുന്നത് കുറച്ച് സ്പീഡ് കൂടിപ്പോയിട്ട് ഇതുപോലെയായി. കുഴപ്പമൊന്നുമില്ല, കുറച്ച് നമ്മുടെ കോൺഫ്ലെക്സ് ഒന്ന് പുറത്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഐസ്ക്രീം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം.